നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. തീവ്രവാദി ബൈജു അവസാനം പെട്ടു ആജീവനാന്തം ജയിലിൽ, അതും പീഡനക്കേസിൽ ജയിലിൽ അല്ലെ. ഗംഭീര വാർത്തയാണ്. ഈ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന കുറെ ജിഹാദികളും പിന്നെ ഞമ്മന്റെ അന്തം കമ്മികളും പിന്നെ ഒരു കൂട്ടത്തിലും കൂട്ടാൻ പറ്റാത്ത ശിഖണ്ഡികൾ എന്നും പറയാൻ പറ്റില്ല. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് കൃത്യമായിട്ടും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് നമുക്കറിയാം. പിന്നെ ശിഖണ്ഡിക്ക് അതിൻ്റെതായുള്ള ശിഖണ്ഡി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യം ഹിന്ദു സംസ്കാരത്തിൽ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ആ വിഭാഗത്തിൽ ഒന്നും പെടുത്താത്ത ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ പ്രതീക്ഷിച്ച വാർത്തകൾ, ആ വാർത്തയുടെ ഒരു ടൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പീഡന കേസിൽ VK ബൈജു അറസ്റ്റിൽ, ദൃശ്യങ്ങൾ പുറത്ത് എന്നുള്ളതൊക്കെ. നമുക്ക് മാന്യ പ്രേക്ഷകരെ, നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സുദിനമാണ് ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം 1-ാം തീയതിയാണ് ഞാന് മഹാകുംഭമേള, അയോധ്യ, അതുപോലെ വാരണാസി, കാശി എല്ലാം സന്ദർശിച്ച് ആ വലിയ ഒരു മുഹൂർത്തത്തിൽ പങ്കാളിയായി തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ എത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചർച്ചകൾ വെച്ചിരുന്നു എന്നുള്ളത് അറിയാം. ഇന്ന് വലിയ ഒരു അത്ഭുതം സംഭവിച്ചു എന്നുള്ളത് തന്നെ പറയാം. അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല, കാരണം അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു സാധകൻ ഒരിക്കലും ആ സാധകന്റെ എഫക്റ്റിനെ കുറിച്ച് പറയാറില്ല. പക്ഷെ ഇവിടെ എനിക്കത് സൂചിപ്പിക്കാതിരിക്കാൻ ആവില്ല. ഉഗ്ര നരസിംഹമൂർത്തിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഓരോ സാധകനെയും തൊട്ട് കളിക്കുന്ന, ആ സാധകനെ ഉപദ്രവിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചിന്തയിൽ പോലും ദ്രോഹിക്കുന്ന ഓരോ വ്യക്തിക്കും സംഭവിക്കുന്ന ഓരോ കൃത്യമായിട്ടുള്ള വിവരങ്ങളും എന്റെ ഗുരുവര്യൻ തന്നെ എന്നോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ, ബൈജു, നീ ഒന്നുകൊണ്ടും തളരാതെ, ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കാതെ, നെഗറ്റീവായിട്ടൊരു ചിന്ത പോലും കടന്നു വരാതെ നിന്നിൽ അർപ്പിതമായിട്ടുള്ള കർമ്മം, ആ കർമ്മവുമായിട്ട് മുന്നിൽ പോവുക. ബാക്കിയെല്ലാം ഉഗ്ര നരസിംഹമൂർത്തിയും ഹനുമാൻ സ്വാമിയും നോക്കിക്കോളും. നിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ഭഗവാൻ, ഉഗ്രമൂർത്തികൾ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്ന് പുറത്തു വന്നത്. ഞാൻ ഒന്നും വളച്ചു കെട്ടി ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് തലേന്നാൾ നമ്മൾക്കറിയാം ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിത്വം തന്നെയാണ് നന്ദകുമാർ സാർ. എനിക്കറിയാം അദ്ദേഹത്തിന് ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. മാനുഷികമായിട്ടുള്ള തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ വികാരത്തിന്റെ മേലെയായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു ഹൈ പ്രഷറിന്റെ മേലെയായിരിക്കാം, സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കാം എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ സംഭവിച്ച ഒരു വലിയ തെറ്റായിരുന്നു ഈ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ ഒരു RSSകാരിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു വീഡിയോ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ഒരു സെക്കൻഡ്, ഞാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചോട്ടെ. കുംഭമേള കഴിഞ്ഞ് വന്നിട്ട് വലിയ കഫക്കെട്ടും ചുമയും ഉള്ളത് കൊണ്ടാണ് എന്ന് സ്റ്റോപ്പ് ചെയ്തത്. അത്തരത്തിൽ RSSകാരി യുവതിയുടെ വെളിപ്പെടുത്തൽ സുരേഷ് ഗോപിക്കെതിരെ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫേക്ക് വീഡിയോ ചിത്രീകരിച്ചതും അത് പബ്ലിഷ് ചെയ്തതുമായിട്ടുള്ള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശ്രീ നന്ദകുമാർ സാർ, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആ വ്യക്തിത്വം, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, സർ, ഈ വീഡിയോ ഫേക്ക് വീഡിയോ ആണ്. കാരണം ഈ വീഡിയോയിൽ സംസാരിക്കുന്ന RSSകാരി യുവതി എന്ന് അങ്ങ് പൊതുജനങ്ങളോട് പറയുന്ന ഈ സ്ത്രീയെ എനിക്കറിയാം. എന്റെ ജില്ലയിൽ തന്നെയുള്ള പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഈ സ്ത്രീ ഏകദേശം 1 വർഷം മുൻപ് എന്റെ ചാനൽ നമ്പർ, ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട്, 99 61 471 470 എന്ന വാട്സപ്പ് ഒള്ളി എന്ന് പറയുന്ന നമ്പർ. ആ നമ്പറിൽ ഈ സ്ത്രീ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സുരേഷ് ഗോപിക്കെതിരെ നട്ടാൽ കിളിർക്കാത്ത പച്ച നുണകളുമായി ഒരു സ്ത്രീ എന്നെ വിളിക്കുന്നു. ആ സ്റ്റോറി കൊടുക്കണം എന്ന് പറയുന്നു. ഞാൻ അവരെ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5-6 മിനിറ്റ് മാത്രം മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ശുദ്ധ ഫേക്ക് ആണ് പറയുന്നതെന്നും, ഇത്തരത്തിൽ സുരേഷ് ഗോപിയിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് ധനസഹായം നേടാൻ വേണ്ടി ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ സ്റ്റോറി എന്നും എനിക്ക് വ്യക്തമാവുന്നു. അവരോട് ഞാൻ മാന്യമായി പറയുന്നു, നിങ്ങൾക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ ജോലി ഞാൻ വാങ്ങിത്തരാം. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് മലപ്പുറം ജില്ലയിൽ പല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ അവരുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെയുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോലി വാങ്ങിത്തരാം. അല്ലാതെ സുരേഷ് ഗോപിക്കെതിരെ, ക്ഷമിക്കണേ, ഈ ചുമക്കിടയിലും ഈ വിഷയം നിങ്ങളോട് അവതരിപ്പിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഫേക്ക് സ്റ്റോറിയുമായി രംഗത്ത് വരല്ലേ. കാരണം ലോകത്താകമാനമുള്ള എല്ലാ ഈ പറയുന്ന പരാധീനതകളുള്ള ആളുകളെയും സഹായിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോ ഈ പറയുന്ന ലേഡിക്ക് ആകെ ഒരു മോളാ ഉള്ളത്. എനിക്ക് തോന്നുന്നു 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, പിന്നെ അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ടാപ്പിംഗ് ജോലിയും ഇലക്ട്രോണിക്സ് വിഭാഗത്തിലൊക്കെ വർക്ക് അറിയുന്ന അത്യാവശ്യം ശമ്പളം, ഈ 3 ആളുകൾക്ക് വേണ്ട വരുമാനമൊക്കെയുള്ള ഒരു ആളാണ് ഇവരുടെ ഭർത്താവ്. അത്തരത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സുരേഷ് ഗോപി സഹായിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോറി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് ഒഴിവാക്കി. പക്ഷെ ഇവർ നിരന്തരം ടെലിഫോണിലൂടെ എന്നെ ബന്ധപ്പെടുകയും അത് അവസാനം ഒരു ശല്യമായി വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, BJP-യുടെ ജനകീയ പഞ്ചായത്ത്, ആ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ കൂട്ടിലങ്ങാടി, മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രോഗ്രാമിലേക്ക് ഞാനത് ലൈവ് ചെയ്യാൻ, നമ്മുടെ ചാനലിൽ ലൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് അന്ന് എന്റെ കൂടെ 3ഓളം പേരുകൾ വേറെ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നമ്മുടെ TP സുൽഫത്ത് എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സുൽഫത്ത് എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ BJP-യുടെ തീപ്പൊരി നേതാവ്. പിന്നെയും 1-2 ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ സുൽഫത്ത് അടക്കം ഇരിക്കുന്ന സമയത്തും ഈ സ്ത്രീ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ അവസാനം ഞാൻ സുൽഫത്തിനോടും ഞാൻ പറഞ്ഞു, സുൽഫത്ജിയും ഇങ്ങനെ ഒരു ശല്യം വന്ന് ഭയങ്കര ശല്യമായിരിക്കുന്നു. ആ ദിവസമാണ് ഞാൻ ഇവരുടെ പൂർണ്ണമായുള്ള നമ്പറുകൾ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പച്ച നുണകൾ പടച്ചിറക്കിയ സ്റ്റോറി കൊടുക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചതിന്റെ പേരിൽ അവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ അന്ന് ഒഴിവാക്കി. പക്ഷെ ഈ പറയുന്ന ക്രൈം എന്ന് പറയുന്ന ചാനൽ ഉടമയാണ് നന്ദകുമാർ സാർ. നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് അഞ്ജു എന്ന് പറയുന്ന സ്ത്രീയെ വരെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിലൊക്കെ 30 ദിവസത്തിലധികം ജയിലിൽ കടന്ന ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ക്രൈം ചാനലിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, വെട്ടൊന്ന് മുറി 2 എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. ഇപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുള്ള കാര്യം, ആ കാര്യം നടപ്പിലാക്കുക. അത് സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്നതാണെങ്കിൽ ഏതറ്റം വരെ പോയാലും വേണ്ടില്ല, എൻ്റെ കഴുത്തിലുള്ള ആ ജീവൻ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും വരെ ഞാൻ പൊരുതും എന്നുള്ള ആ ഒരു മനസ്സായത് കൊണ്ട് തന്നെ ഞാൻ നന്ദകുമാർ സാറോട് പറഞ്ഞു, സാർ ഇത് ശരിയല്ല, സുരേഷ് ഗോപി സാറിനെതിരെ ചെയ്ത ഈ വീഡിയോ ഫേക്ക് വീഡിയോ ആണ്, ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഓഡിയോയുടെ ചെയ്തത്. ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ദിവസം വോട്ട് ചെയ്ത് പുറത്തു വരുന്ന സമയത്താണ് ഈ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ സുഹൃത്ത് അയച്ചു തന്നത്. അതുകൊണ്ട് അദ്ദേഹം തലേന്നിട്ടു, പിറ്റേന്ന് വോട്ടിംഗ് നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്കല്ലേ അറിയുള്ളൂ. കാരണം സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ തൃശ്ശൂരിൽ മത്സരിക്കുന്നു. എല്ലാവിധ പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് രാജ്യദ്രോഹ ശക്തികൾ അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുന്നു. ആ നിലകൊള്ളുന്നതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഓരോ നെഗറ്റീവ് ചെറിയ വാക്കുകൾ പോലും നമ്മളെ സ്പർശിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതേ വികാരത്തോടു കൂടി നന്ദകുമാർ സാറോട് പറഞ്ഞിട്ടും അദ്ദേഹം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ത്രീ എന്നെ ബന്ധപ്പെട്ടതും ഈ സ്ത്രീ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലൊരു ഫേക്ക് സ്റ്റോറി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞതും എല്ലാം ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ലൈവ് വീഡിയോ ചെയ്യുന്നു. ഞാൻ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അത്തരത്തിൽ ചെയ്തതോടുകൂടി നന്ദകുമാർ എന്ന് പറയുന്ന ക്രൈമിന്റെ ഉടമ, ഞാൻ ബഹുമാനത്തോടു കൂടി നന്ദകുമാർ സാറിന് തന്നെ വിളിക്കാറുള്ളൂ. പല സമയത്തും ഞാനും അദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഈ ഒരു വിഷയത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ഒരു പകയോ വിദ്വേഷമോ അതല്ലെങ്കിൽ സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെ പച്ചയ്ക്ക് പറയാം. കാരണം എന്നെ സംബന്ധിച്ച് വെട്ടൊന്നും മുറി 2 ഉള്ള കാര്യം ആ സമയത്ത് ഞാൻ തുറന്നു പറയും. ആ സമയത്ത് ഏത് വലിയ കൊമ്പത്തിരിക്കുന്നവനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെറ്റത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറ്റത്തരം തന്നെയാണ് ചെറ്റേ എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ആ ഒരു മനോധൈര്യമുള്ള ആ ഒരു മൈൻഡുള്ള ആള് തന്നെ ആയതുകൊണ്ട് നന്ദകുമാർ സാറും ഞാനും തമ്മിൽ ആ സമയത്ത് ഒരു പ്രശ്നം വരുന്നു. അതിന് അദ്ദേഹം എൻ്റെ അടുത്ത് പകരം വീട്ടിയത് 1-2 കള്ളക്കേസുകളിലൂടെയായിരുന്നു. അത് ഒന്ന് അദ്ദേഹത്തിന്റെ സ്ഥിരം സ്റ്റാഫായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയെ വെച്ചുകൊണ്ടായിരുന്നു. അതിൽ 2 ദിവസം എറണാകുളം സബ് ജയിലിൽ ഞാൻ റിമാൻഡിലായിരുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം ഈ ഏകദേശം 4ഓളം തവണ ഞാൻ ജയിലിൽ കടന്നു. ഇപ്പോ നന്ദകുമാർ സാർ അടക്കമുള്ള ഇവരെന്നെ കള്ളക്കേസിൽ കുരുക്കിയത് അടക്കമുള്ള ആ 2 ദിവസം അടക്കം കൂട്ടുകയാണെങ്കിൽ 4 തവണ ഞാൻ ജയിലിൽ കടന്നു.
ആ ജയിലിൽ കടന്നതിന്റെ എല്ലാം എക്സ്പീരിയൻസ് എനിക്ക് എവിടെയാണ് ഭഗവാൻ തന്നതെന്ന് അറിയാമോ? ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത്, ഞാൻ തനിയെ പോയ സമയത്ത് എന്തൊക്കെ ദുർഘടം പിടിച്ച മുഹൂർത്തങ്ങളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ടോ, അതെല്ലാം എനിക്ക് ഭഗവാൻ തന്ന ഒരു അനുഭവ സമ്പത്തായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന കുംഭമേള കഴിഞ്ഞ്, അയോധ്യ ദർശനം കഴിഞ്ഞ്, കാശി ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന എനിക്ക് മനസ്സിലാക്കാനായി. അതുകൊണ്ട് ജയിൽവാസത്തിന് എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുള്ള ജിഹാദികളായാലും, പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായാലും, അടിമ ഗണ്ഡി കോൺഗ്രസ്സുകാരായാലും, കാരണം ഇവരൊക്കെ എനിക്ക് ഓരോ കേസ് വീതം തന്നിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ബഹുമാനപ്പെട്ട ക്രൈം ഉടമ നന്ദകുമാർ സാറാണെങ്കിലും, നിങ്ങളൊക്കെ എനിക്ക് തന്നത് വലിയൊരു എക്സ്പീരിയൻസിലേക്കുള്ള, എൻ്റെ ഒരു മഹാകുംഭമേള യാത്രയിലേക്ക് വേണ്ട എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് മഹാഭാഗ്യം, പുണ്യം, ആ ഒരു അവസരം തന്നതിന് മാത്രം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മറ്റൊന്നുമല്ല, ഈ നന്ദകുമാർ സാർ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. അതായത് സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്ത, വ്യാജ ഇന്റർവ്യൂ കൊടുത്ത് ഈ പറയുന്ന നന്ദകുമാർ സാറിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആ സ്ത്രീയെ വെച്ചുകൊണ്ട് പകമൂത്ത ഈ പറയുന്ന ക്രൈം നന്ദകുമാർ സാർ, എന്ത് ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ വന്നിരിക്കുന്ന വകുപ്പുകളൊക്കെ 354 അടക്കമുള്ള, അതായത് റേപ്പ്, അറ്റംപ്റ്റ് ടു റേപ്പ്, അതായത് ബലാത്സംഗ ശ്രമം എന്നുള്ള വകുപ്പ് പോലും ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്ത സമയം തന്നെ, FIR ഇട്ട സമയം തന്നെ, ഞാൻ നമ്മുടെ ഹൈക്കോടതി വക്കീലായിട്ടുള്ള ശ്രീ കൃഷ്ണദാസ് വക്കീൽ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ കൃഷ്ണദാസ് വക്കീലിനെ ഞാൻ ആ കേസ് ഏൽപ്പിക്കുന്നു. അത് ഈ കഴിഞ്ഞ 22-ാം തീയതി അതിന് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നു, മുൻകൂർ ജാമ്യം കിട്ടുന്നു. ഏകദേശം 5-6 മാസം മുമ്പ് നടന്ന കേസിന് വേണ്ടിയാണ്. എന്തായാലും 22-ാം തീയതി എന്നാണ് നമുക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത്. അപ്പോൾ ഞാൻ മഹാകുംഭമേളയിലായതുകൊണ്ട് വിത്തിൻ 2 വീക്സ് ഈ പറയുന്ന ആന്റിസിപ്പേറ്ററി ബെയിലുമായി നമ്മൾ സ്റ്റേഷനിൽ ഹാജരായിട്ട് ഈ ബെയിൽ നടപ്പിലാക്കണം, എക്സിക്യൂട്ടീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ ചെല്ലുന്നു. ഇനിയാണ് അത്ഭുതങ്ങളുടെ ഘോഷയാത്ര എന്ന് പറയേണ്ടത്. കാരണം ഇത് കേൾക്കുന്ന ചിലർക്കൊന്നും അത്ഭുതമെന്നും തോന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു സ്ത്രീയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പുരുഷന്മാർക്കെതിരെ ലൈംഗിക ചുവയോടെ ആയാലും ലൈംഗിക അതിക്രമത്തിന്റെ ആയാലും ഏത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് കേസെടുക്കാമെന്നുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, അത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന മുൻഗണന തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും വേണമെന്ന ചിന്താഗതിക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീരത്നങ്ങൾ, ഒരുപാട് കുഞ്ഞു മക്കളെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് സമൂഹത്തിലെ ആളുകൾ, ഇവരൊക്കെ ആ ദുരുപയോഗം ചെയ്തതിന്റെ ഒരു ഇര കൂടിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ഈ മുൻകൂർ ജാമ്യം കൊണ്ട് ചെല്ലുന്ന സമയത്ത് ആ സ്റ്റേഷനിൽ 1-2 SIമാർ ഓഫീസിൽ ഞാൻ ചെന്നു. ഇത് കൊണ്ടു കൊടുത്തു ഞാൻ ഇതിന്റെ ഓർഡർ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു രേഖ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു SI ആയിരിക്കാം, അവർ ഒരു വനിതാ SI ആണെന്ന് തോന്നുന്നു. അവരെ അവിടുത്തെ ഓഫീസിലിരിക്കുന്ന പോലീസുകാർ വിളിക്കുന്നു. രേഖ മാഡം ഇങ്ങനെ ആ ക്രൈം നമ്പർ പറയുന്നു, അതിലെ ബൈജു വന്നിട്ടുണ്ട്, അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ടാണ് വന്നത് എന്ന് പറയുന്നു. അപ്പൊ പോലീസുകാർ തന്നെ ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ തിരിച്ച് അവരെന്തൊക്കെ പറഞ്ഞു. അതിനുശേഷം ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീ ബൈജു, ഈ കേസ് പോലീസ് അന്വേഷിച്ച് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ സ്ത്രീ പച്ച നുണ പറയുകയാണ്, അതല്ലെങ്കിൽ ഇത് ഫേക്ക് കേസാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഇത് കോടതിയിൽ ഞങ്ങൾ അന്നേ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ആന്റിസിപ്പേറ്ററി പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇതെന്താണ് കഥ എന്ന് ചോദിക്കുന്നു അവർ. അപ്പൊ ഞാൻ അവരോട് പറയുന്നു, ക്രൈം നന്ദകുമാർ സാർ ഇങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ ഒരു ഫേക്ക് വീഡിയോ ചെയ്യുന്നു, ഈ സ്ത്രീയുടെ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഫേക്ക് ആണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹത്തിന് അത് വിശ്വാസം വരുന്നില്ല. അങ്ങനെ അദ്ദേഹവും ഞാനുമായി പിണക്കം വരുന്നു. കാരണം എന്റെ സ്വഭാവം വെച്ചിട്ട് വെട്ടൊന്ന് മുറി 2 എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ എന്റെ പ്രതിഷേധം അറിയിക്കാവോ അത് ഏത് രീതിയിലും ഏതറ്റം വരെയും ഞാൻ അറിയിക്കുന്നു. അത്തരത്തിൽ പകമൂത്ത അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ വെച്ചൊരു പരാതി കൊടുക്കുന്നു. അത് ഒരു സ്ത്രീയാണ്. പിന്നെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത RSSകാരിയുടെ വെളിപ്പെടുത്തൽ എന്ന ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഈ പോലീസുകാർ കണ്ടെത്തിയ പ്രഥമ ദൃഷ്ടിയ തന്നെ ഒരു കഴമ്പമില്ലാത്ത ഒരു വ്യാജ പരാതി എന്ന് കണ്ടെത്തപ്പെട്ട ഈ സ്ത്രീയുടെ ഈ ഇന്റർവ്യൂ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ തെറ്റപ്പെട്ട അദ്ദേഹത്തിന്റെ ആ തെറ്റിദ്ധാരണ അത് ഇനിയെങ്കിലും മാറട്ടെ. കാരണം ധർമ്മം, നീതി അതൊന്നും ഒരിക്കലും എത്ര വൈകി കഴിഞ്ഞാലും അത് പുലരുക തന്നെ ചെയ്യും. താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്, താങ്കളുടെ ഒരുപാട് അനുഭവ ഒരുപാട് വർഷങ്ങളുടെ അനുഭവ പരിചയം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ നന്ദകുമാർ സാർ,
തെറ്റ്, ധർമ്മം, അധർമ്മം, അത് അനീതി, അതിലൂടെ സഞ്ചരിക്കുന്ന താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കാം. ഏതൊരു വലിയ കൊമ്പത്തിരിക്കുന്നവനെയും ഏതൊരു ശത്രുവിനെയും നമുക്ക് നിമിഷാർദ്ധം കൊണ്ട് താഴെ തട്ടിലേക്ക് വലിച്ചിടാം. പക്ഷെ ഒരു നാൾ ധർമ്മം പുലരുക തന്നെ ചെയ്യും. അവിടെയാണ് നമ്മൾ കേട്ട ഒരു ആപ്തവാക്യമുണ്ട്. അതായത് ഈ പറയുന്ന നുണ ലോകം ചുറ്റുമ്പോഴേക്കും സത്യം ചെരുപ്പിട്ടിട്ടേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് നമ്മൾ കേട്ടില്ലേ? അത്തരത്തിൽ 6-7 മാസം പിടിച്ചു സത്യം ചെരുപ്പിട്ടപ്പോഴേക്കും. പക്ഷെ ആ ചെരുപ്പിട്ട സത്യത്തിന് പിറകെ മാത്രമേ ലോകം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ പേരിൽ കൊടുത്ത പീഡന പരാതി, അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന വകുപ്പ് പോലും ചേർത്തുകൊണ്ട് കൊടുക്കാൻ അങ്ങ് കാണിച്ച ആ ഒരു മഹാമനസ്കത, അതിനെ ഞാൻ തൊഴുകുക തന്നെ ചെയ്യാണ്. കാരണം ബഹുമാനത്തോടെ തന്നെയാണ്. കാരണം എന്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റുകളും ഓരോ നിമിഷങ്ങളും എനിക്ക് നിങ്ങൾ തരുന്ന, അതല്ലെങ്കിൽ സമൂഹം തരുന്ന, ഇനി വേണ്ട ജിഹാദികളായാലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായാലും കോൺഗ്രസ് അടിമ ഗണ്ടികളായാലും ഇവരൊക്കെ തന്നിട്ടുള്ള എന്റെ ജീവിത ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് എന്റെ കരുത്ത്. ഇപ്പോൾ നിലവിൽ എന്റെ അറിവിൽ 12ഓളം കേസുകളാണ് എനിക്ക് മുൻപിലുള്ളത്. ഞാനിവിടെ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. എനിക്ക് എന്റെ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കാനുള്ള ഇതൊക്കെ തന്നെയുള്ളൂ. കാരണം 12ലധികം കേസുകൾ നേരിടുന്ന, എന്നെ സഹായിക്കുന്നത് എന്റെ മാന്യ പ്രേക്ഷകരായിട്ടുള്ള, എന്റെ സഹോദരങ്ങളായിട്ടുള്ള എന്റെ സംഘപ്രവർത്തകർ തന്നെയാണ്, എന്റെ ഈ ചാനലിലെ പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് 12ലധികം കേസുകൾ നേരിടുന്നു. ഇപ്പോൾ ഈ പറയുന്ന നന്ദകുമാർ സാർ കൊടുത്ത ഈ വ്യാജ ബലാത്സംഗ പരാതി പോലും ഈ പോലീസിന്റെ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് ഫേക്ക് ആണെന്ന് ബോധ്യപ്പെട്ട് അവർ തന്നെ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഉഗ്രമൂർത്തിയായിട്ടുള്ള നരസിംഹമൂർത്തിയായാലും ഹനുമാൻ സ്വാമിയായാലും ഇവരെ ഭജിക്കുന്ന, ഇവരെ സാധനം ചെയ്യുന്ന സാധകനായിട്ടുള്ള ഞാൻ എന്റെ വലിപ്പം പറയുകയല്ല പ്രിയപ്പെട്ടവരെ, അതിന്റെ ശക്തി എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നൂറുകണക്കിന് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് എന്നെ ബന്ധപ്പെട്ട് എനിക്ക് വന്നൊരു കേസ് എന്തെന്നറിയാം, ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഡിസംബർ 3-ാം തീയതി ഈ പറയുന്ന ബംഗ്ലാദേശ് ഹിന്ദു ഐക്യദാർഢ്യ സദസ് എന്ന രീതിയിൽ എല്ലാ ജില്ലകളിലെയും കലക്ടറേറ്റ് മുമ്പിൽ ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഈ ഡിസംബർ 3-ന് ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ചെയ്ത എനിക്കെതിരെ വീണ്ടും പരാതി വന്നു. അതിന്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മലപ്പുറം സൈബർ സ്റ്റേഷനിൽ വിത്തിൻ 10 days ഹാജരായിട്ട് അവർക്ക് മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെന്ത് പരാതിയാണെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ എന്തൊക്കെ ഹിന്ദുവിന് വേണ്ടി ആര് ശബ്ദിക്കുന്നോ, ഹിന്ദുവിന്റെ ന്യായങ്ങൾക്കും ഈ പറയുന്ന ധർമ്മത്തിനും വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നോ അവർക്കെതിരെയൊക്കെ കള്ള പരാതി എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് നിങ്ങൾ മാത്രമേ സഹായമായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് സഹായം ചോദിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. മാക്സിമം സഹായിക്കുക. ഇനി ഈ വീഡിയോയുടെ ആദ്യ കമന്റ് ആയി തന്നെ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഇതുപോലെയുള്ള ഈ രാജ്യദ്രോഹി വർഗത്തിൽ നിന്നും ഈ നികൃഷ്ട വർഗത്തിൽ നിന്നും ഒക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ധനസഹായം ആവശ്യം തന്നെയാണ്. അത് വ്യക്തിപരമായിട്ട് തന്നെ ആവശ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. അതിനുള്ള ഡീറ്റെയിൽസ് ആദ്യ കമന്റ് ആയിട്ടും ഈ വീഡിയോയിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് ഒരു വലിയൊരു സന്തോഷത്തിന്റെ സുദിനം തന്നെയാണ്. എത്രയൊക്കെ വ്യാജ പരാതികളും കള്ളക്കേസുകളും എടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാലും ആ പൂട്ടുന്ന ലോക്കുകളെല്ലാം, അതല്ലെങ്കിൽ ആ നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ വലിയ ജയിലറകളുണ്ടല്ലോ, ആ ജയിലറയൊക്കെ വലിയ ആ ഒരു സ്വർഗഭൂമിയാക്കി മാറ്റിക്കൊണ്ട് സ്വർഗീയ അനുഭവത്തോടുകൂടി അനുഭവ സമ്പത്തിന്റെ വലിയ യൂണിവേഴ്സിറ്റി ആക്കിക്കൊണ്ട് തന്നെ പുറത്തു വരാനും മനഃശക്തിയുള്ള മനക്കട്ടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മലപ്പുറത്ത് ജനിച്ച് മലപ്പുറത്ത് തന്നെ ഇത്തരത്തിൽ ജിഹാദികളടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നരഭോജികളടക്കമുള്ള ഈ അടിമ ഗണ്ടി രാജ്യദ്രോഹികൾ 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച ഈ ഇറ്റാലിയൻ മദാമയുടെ കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകളോട് പടവിരുതിക്കൊണ്ട് എത്രയോ ദിവസം ജയിലിൽ കടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തരുന്ന എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്രൈം നന്ദകുമാർ സാർ, അങ്ങയും ഈ എക്സ്പീരിയൻസ് തന്ന, ആ എനിക്ക് ഉതകാൻ തന്ന ആ ഒരു വലിയ മഹാഗുരു തന്നെയാണ്. അനുഭവമാണ് ഗുരു. ആ അനുഭവത്തിലേക്ക് ചൂണ്ടുവിരലാകപ്പെട്ട, ചൂണ്ട് പലകയാകപ്പെട്ട ക്രൈം നന്ദകുമാർ സാറിനെ ബഹുമാനത്തോടു കൂടി കൂപ്പുകൈ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഈ പറയുന്ന വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഒട്ടേറെ കടമ്പകൾ നമ്മൾക്ക് കഴിയാനുണ്ട്. ഒട്ടേറെ കള്ളക്കേസുകളിൽ കുരുക്കിക്കൊണ്ട് നമ്മുടെ ചാനലായാലും എന്നെ ആയാലും നിശേഷം അകറ്റുക, അതല്ലെങ്കിൽ നിശേഷം നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടുത്തെ ഭരണകൂടമായാലും ഇവിടുത്തെ
പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിച്ച് താലോലിക്കുന്ന ഇസ്ലാമിക ജിഹാദികളായാലും മുസ്ലിം ഭീകരരായാലും ഇവരെല്ലാം ഇതേ ഭാഷയിൽ ഇതേ എനർജിയോടെ എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം പടപുരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് എന്റെ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുമേ എന്നുള്ള 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ മാന്യ പ്രേക്ഷകരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണം. ആ സഹായ സഹകരണങ്ങൾ ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ സഹായിക്കണമെന്ന അഭ്യർത്ഥന വെക്കുകയാണ്. ഇതിന് ഈ ഒരു അവസരം ഒരുക്കി തന്ന ക്രൈം നന്ദകുമാർ സാറിനോടായാലും ഇപ്പോ ഈ പറയുന്ന സുരേഷ് ഗോപിക്കെതിരെ വ്യാജ ആരോപണവുമായി രംഗത്ത് വന്ന ആ സഹോദരിയോടായാലും എല്ലാവരോടും വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി തന്നെ ഈ വിഷയം പങ്കുവെക്കാനുള്ളൂ. കാരണം നിങ്ങൾ എന്റെ മാന്യ പ്രേക്ഷകരോട് എന്റെ ദയനീയ അവസ്ഥ, ഞങ്ങളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകൾ ഇവിടെ ദേശീയതയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹിന്ദുത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ഹൈന്ദവനും ഇവിടെ ഇസ്ലാമിക ജിഹാദികളുടെ അമേധ്യം ഭക്ഷിച്ച് ജീവിക്കേണ്ടവന്മാരല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്, അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനത്തിന്റെ ഉത്തംഗ ശൃംഗങ്ങൾ, അത് ഹിന്ദുവിന് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അല്ലാണ്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സർക്കാരിന്റെ അധികാര ഭ്രാന്തന്മാർ ഭരിച്ചുകൊണ്ട് ഹിന്ദുവിനെ അടിമകളാക്കാൻ ഇനിയും സമ്മതിക്കില്ല എന്ന ആ ദൃഢനിശ്ചയത്തോടുകൂടി പടപുരുതാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്ക്, ഞങ്ങളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആളുകൾക്ക് മാന്യ പ്രേക്ഷകരുടെ എല്ലാവിധ സഹായങ്ങളും ആവശ്യമുണ്ട്. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാതെ ഇന്ന് എനിക്ക് കിടന്നുറങ്ങാൻ ആവില്ല. കാരണം കാശി വിശ്വനാഥനോടായാലും കുംഭമേളയിലായാലും വേണ്ട അയോധ്യ രാജകുമാരൻ, നമ്മുടെ എല്ലാം ശ്രീരാമ ഭഗവാനോടായാലും എന്റെ ഉഗ്രമൂർത്തികളായിട്ടുള്ള നരസിംഹമൂർത്തിയായാലും ഹനുമാൻ സ്വാമി ആയാലും ഇവരോടൊക്കെ ഓരോ നിമിഷവും മന്ത്രോച്ചാരണത്തോടുകൂടി സാധനം ചെയ്യുന്ന സാധകനായിട്ടുള്ള ഞാൻ ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെടാറുള്ളൂ. എന്റെ നിസ്സഹായാവസ്ഥ, എന്റെ ആ ഒരു നിരപരാധിത്വം അത് തെളിയിക്കാൻ എന്നെ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. സത്യം സത്യസന്ധമായി, ധർമ്മം ധർമ്മമായി തന്നെ നിലനിർത്താൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ആ പ്രാർത്ഥന ഇന്ന് സഫലമായിരിക്കുന്നു. ഈ പീഡന കേസിൽ ചാർത്താവുന്ന വകുപ്പുകളെല്ലാം ചാർത്തിക്കൊണ്ട് എനിക്കെതിരെയിട്ടുള്ള ആ പരാതി അത് പ്രാഥമികമായിട്ട് അന്വേഷിച്ച ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ സ്ത്രീ കൊടുത്ത പരാതി പൂർണ്ണമായിട്ടും വ്യാജമാണെന്ന് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് കൊടുത്ത രേഖ എന്ന് പറയുന്ന പോലീസിലെ, കേരള പോലീസിലെ ആ ഉദ്യോഗസ്ഥയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എന്റെ ഈ കേസുകളെല്ലാം നടത്തുന്ന മുതിർന്ന ഒരുപാട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അടക്കമുള്ള, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അടക്കമുള്ള അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പേര് പറയേണ്ടതുണ്ട്. കാരണം എല്ലാ ജില്ലകളിലും നമ്മൾക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട് നമ്മുടെ ചാനലായാലും എന്നെ ആയാലും നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജിഹാദികൾക്കെതിരെ പടപുരുതാൻ വേണ്ടി എന്റെ ആ ഒരു പോരാളികളായിട്ട് എനിക്ക് മുൻപിൽ നിൽക്കുന്ന, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ വക്കീലന്മാർക്കും നിയമത്തിന്റെ ബാധ്യത, ആ നിയമത്തിന്റെ വശങ്ങളിൽ സഞ്ചരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് നന്മ ഉണ്ടാവട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈജുവിന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ബൈജു ഇതേ അവസ്ഥയോടെ, ഇതേ പ്രതികരണ ശേഷിയോടെ, പ്രതിഷേധത്തോടെ തന്നെ മുന്നോട്ട് പോകും. ഏതൊക്കെ ജിഹാദികളുടെ അമേദ്യം ഭക്ഷിക്കുന്ന ഏതൊക്കെ യൂട്യൂബ് ഓൺലൈൻ ചാനൽ, മഞ്ഞ ചാനലുകാരുണ്ട്, അവരൊക്കെ എന്റെ പേരും എന്റെ വീഡിയോയും വെച്ചുകൊണ്ട് ഇതാ ബൈജു തൽക്കാലം ഒതുങ്ങിയിട്ടുണ്ട്, ഇനി ജാമ്യത കൂടിയേ ഒതുങ്ങാനുള്ളൂ, അതല്ലെങ്കിൽ UK ഷൈനി ചേച്ചി, അതല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ, ഇവരൊക്കെ ഒതുങ്ങാനുള്ളൂ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ട് എന്റെ ഫോട്ടോയും എന്റെ ആ വീഡിയോയിൽ എന്റെ എന്താ പറയാ മുഖവും എന്റെ കൈയും എന്റെ കാലും ഒക്കെ കൊടുത്തുകൊണ്ട് അതിലൂടെ കാശുണ്ടാക്കി ജീവിക്കുന്ന ഈ ജിഹാദികൾക്ക് വേണ്ടി അവരുടെ അമേദ്യം ഭക്ഷിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എടോ, നീയൊന്നും പഠിച്ചിട്ടില്ല, നീയൊന്നും അറിഞ്ഞിട്ടില്ല. VK ബൈജു എന്ന് പറയുന്ന എന്നെ കുറിച്ച് ഏകദേശം 6-7 വർഷമായി ഈ മേഖലയിൽ ഇത്ര കണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്ന എനിക്ക് നിന്റെയൊക്കെ ഈ പറയുന്ന ഈർക്കിളി പാമ്പ് കണ്ട്, ഓലപ്പാമ്പ് കണ്ട് പേടിച്ചോടാൻ നിന്റെ ഒന്നും തന്തയല്ല, നിന്റെ ഒന്നും തന്ത മദ്രസ ഉസ്താദക്കന്മാരല്ല, നിന്റെയൊക്കെ തന്ത മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് മദ്രസ പൊട്ടന്മാർ വന്നുകൊണ്ട് നിന്റെ അമ്മയെ ഭോഗിച്ചുകൊണ്ട് ഉണ്ടായ മകൻ എന്നുള്ള രീതിയിൽ നീയൊക്കെ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഹിന്ദു നാമത്തിലും ക്രിസ്ത്യൻ നാമത്തിലും മുസ്ലിം നാമത്തിലും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നിന്റെ ഉപജീവന മാർഗമാണ്. തീവ്രവാദികളുടെ അമേദ്യം ഭക്ഷിച്ചിട്ടായാലും വേണ്ടില്ല, നിന്റെ തന്തയുടെയും തള്ളയുടെയും നിന്റെ മകളുടെയും നിന്റെ ഭാര്യയുടെയും നിന്റെ സഹോദരിക്കും നക്കാൻ കൊടുക്കുന്ന നിനക്ക് അതിന് എന്റെ ചിത്രവും എന്നെ കുറിച്ചുള്ള വീഡിയോകളും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടട്ടോ. അതെങ്കിൽ അതിലൂടെയെങ്കിലും നിനക്ക് ഞാൻ ഉപകാരത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. ഹിന്ദു നാമധാരിയാണെങ്കിലും ക്രിസ്ത്യൻ നാമധാരിയാണെങ്കിലും
ഒരു നാൾ നീയൊക്കെ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുവരെ ജിഹാദികളുടെ അമേദ്യം ഭക്ഷിച്ചുകൊണ്ട് താൽക്കാലിക സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, ഇവിടത്തെ ദേശീയതയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ പടപൊരുത എന്നെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആളുകളെ ട്രോളിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതിലൂടെ നേടുന്ന ആ കാശുണ്ടല്ലോ, അതൊക്കെ ഒരു നാൾ നിന്റെ വയറ്റിൽ നിന്ന് തികട്ടി വരും. ഒരു നാൾ നിന്റെയൊക്കെ നീ തിന്നാൻ കൊടുക്കുന്ന നിന്റെയൊക്കെ തള്ളയുണ്ടല്ലോ, നിന്റെയൊക്കെ തന്തയുണ്ടല്ലോ, നിന്റെയൊക്കെ സഹോദരിയുണ്ടല്ലോ, നിന്റെയൊക്കെ ഭാര്യയുണ്ടല്ലോ, നിന്റെയൊക്കെ മക്കളുണ്ടല്ലോ, അവരുടെ വയറ്റിൽ നിന്ന് അതിങ്ങനെ തികട്ടി വരും. അത് തികട്ടി വരാൻ വലിയ താമസമൊന്നും വരാനില്ല എന്ന് മാത്രം ബോധിപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് VK ബൈജു ഒതുങ്ങി എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് പൊളയ്ക്കുന്ന നാറിയ വംശത്തോട് പറയാനുള്ളത്, നിന്റെ ഒന്നും തന്ത ഉസ്താദോ അല്ല എന്റെ തന്ത, എന്നെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പുലിക്കുട്ടിക്ക് പറഞ്ഞ മകനാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് കുംഭമേളയ്ക്ക് പങ്കെടുക്കലും മറ്റുമായിട്ട് 1.5 മാസമായിട്ട് ഞാൻ വീഡിയോകൾ വളരെ കുറച്ച് ചെയ്യാറുള്ളൂ. കാരണം കുംഭമേളയ്ക്ക് നേരിട്ട് നമുക്കത് പങ്കെടുക്കാൻ പറ്റില്ല. അതിനു മുൻപ് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്, ഒരുപാട് നോമ്പുകളുണ്ട്. ആ നോമ്പുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളായാലും നോട്ടമായാലും പ്രവർത്തികളായാലും നിരേറെ ഭക്ഷണ ക്രമം ആയാലും പോലും അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിശബ്ദത പാലിച്ചെന്ന് വരാം. ആ നിശബ്ദത പുലി കുതിക്കുന്നത്, അതല്ലെങ്കിൽ സിംഹം പതുങ്ങുന്നത്, പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന മോഹൻലാലിന്റെ ആ ഡയലോഗ്, പുലിമുരുകനിലെ ആ ഡയലോഗ് നിന്നെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വരും നാളുകളിൽ പൂർണ്ണമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ധാർഷ്ട്യത്തോടെ തന്നെ ഞാനൊരു സ്വാഭിമാനി ഹിന്ദുവാണെന്ന അഹങ്കാരത്തോടെ തന്നെ എന്റെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന എന്റെ ഭാരതത്തിൽ ജീവിക്കാനും ആ ഭാരതത്തിനെതിരെ നിൽക്കുന്ന ഏതൊരു കൃമികീടത്തിനെതിരെയും അതേ ഭാഷയിൽ പടപൊരുതാനും എനിക്ക് ശക്തിയായിട്ട് എന്റെ പ്രേക്ഷകർ ഉള്ളിടത്തോളം കാലം അത് ഞാൻ പൊരുതുക തന്നെ ചെയ്യുമെന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയട്ടെ. ദൈവത്തിന്റെ കൈകൾ, ദൈവത്തിന്റെ ഒപ്പുകൾ നേരിട്ട് അനുഭവത്തിൽ വരുമ്പോൾ അത് കൃത്യമായിട്ടും ആ അനുഭവം, ആ ഒരു സന്തോഷം, ആ ഒരു അനുഭൂതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ, ആ ഒരു സാക്ഷ്യപ്പെടുത്തലോടെ, സന്തോഷത്തോടെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.